കൃഷ്ണ ഗുരുവായൂരപ്പ. കുറൂരമ്മയുടെ കഥ കേട്ടിട്ടുണ്ടോ? നിഷ്കളങ്കമായ കൃഷ്ണഭക്തിയിൽ പേരുകേട്ട ആളാണ് കുറൂരമ്മ. തൃശ്ശൂർ ജില്ലയിലാണ് ജീവിച്ചിരുന്നത്. കുറൂർ ഇല്ലത്തെ ഏറ്റവും പ്രായം ചെന്ന സ്ത്രീ എന്ന നിലയിലാണ് കുറൂരമ്മ എന്ന പേര് വന്നത്. കുറൂരമ്മയുടെ ഭർത്താവ് മരിച്ചുപോയിരുന്നു. മാത്രമല്ല സന്താനങ്ങളും ഉണ്ടായിരുന്നില്ല. കുറൂരമ്മ ഗുരുവായൂരപ്പനെയാണ് തൻ്റെ മകനായി കരുതിയത്. ഇങ്ങനെ കുറൂരമ്മയുടെ ഭക്തിയിൽ താല്പര്യം തോന്നിയ ഗുരുവായൂരപ്പൻ ഒരു ബാലൻ്റെ വേഷത്തിൽ കുറൂരമ്മയുടെ കൂടെ താമസം തുടങ്ങി. എന്നാൽ കുറൂരമ്മ ഇത് അറിഞ്ഞിരുന്നില്ല. തൻ്റെ ദൈനംദിന പ്രവൃത്തികളിലും എല്ലാ കാര്യങ്ങളിലും വീട്ടുജോലികളിലും ഒക്കെ ഈ ബാലൻ കുറൂരമ്മയെ സഹായിച്ചു. മാത്രമല്ല ഉണ്ണിക്കണ്ണൻ്റെ നല്ല കുറുമ്പ് കാരണം കുറൂരമ്മ പണ്ട് കലത്തിലടച്ച കഥ എന്ന് കേട്ടിട്ടില്ലേ? അതായത് കുറൂരമ്മ കണ്ണനെ കലത്തിലടയ്ക്കുക വരെ ഉണ്ടായി. അത്ര കുറുമ്പായിരുന്നു ഉണ്ണിക്കണ്ണന്. കുറൂരമ്മയുടെ കൂടെ കഴിയുന്നത് ശ്രീകൃഷ്ണനാണെന്നുള്ള സത്യം വില്ലമംഗലം സ്വാമിയാർക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ. വില്ലമംഗലം സ്വാമിയാർ ഒരിക്കൽ ആ വീട്ടിൽ പൂജയ്ക്ക് വന്നപ്പോൾ അവിടെ കുറൂരമ്മയുടെ കൂടെയുള്ള ബാലൻ്റെ കാൽക്കലേക്ക് താൻ ഭഗവാന് അർപ്പിക്കുന്ന പുഷ്പങ്ങളൊക്കെ വന്നു ചേരുന്നതായി കണ്ടു. അതായത് ഈ കുട്ടി തന്നെയാണ് ഭഗവാൻ എന്ന് വില്ലമംഗലം സ്വാമിയാർ അപ്പോൾ തന്നെ മനസ്സിലാക്കി. എന്നാൽ ഇക്കാര്യം കുറൂരമ്മയോട് പറയരുതെന്ന് ഉണ്ണിക്കണ്ണൻ്റെ പ്രത്യേക നിർദ്ദേശം വില്ലമംഗലം സ്വാമിയാർക്ക് കിട്ടിയിരുന്നു. ആർക്കും കാണും കേൾക്കാൻ ചെയ്യാൻ കഴിയാത്ത, അതായത് മറ്റുള്ള പലർക്കും കാണുകയും കേൾക്കുകയും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അന്ന് വില്ലമംഗലം സ്വാമിയാർക്ക് കാണുമായിരുന്നു, കേൾക്കുമായിരുന്നു. അതായത് പല ദൈവങ്ങളെയും ഈശ്വരന്മാരെയും ഒക്കെ വില്ലമംഗലം സ്വാമിയാർ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റു പലർക്കും അത് അസാധ്യമായിരുന്നു. അതുകൊണ്ട് വില്ലമംഗലം സ്വാമിയാർ എന്നാൽ പറയാനും പാടില്ല എന്നുള്ള ഒരു അവസ്ഥയിലായി. കുറൂരമ്മയുടെ ഈ ഭക്തി ഗുരുവായൂരപ്പനാണ് തൻ്റെ കൂടെയുള്ളത് എന്നൊരു ധാരണ മുഖേന കുറൂരമ്മ കഴിച്ചുകൂട്ടി. ഇതാണ് കുറൂരമ്മയുടെ കഥ. പിൽക്കാലത്ത് വളരെ പ്രശസ്തരായിത്തീർന്ന ഗുരുവായൂരപ്പ ഭക്തരാണ് എന്ന് പറയപ്പെടുന്ന വില്ലമംഗലം സ്വാമിയാർ, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, പൂന്താനം നമ്പൂതിരിപ്പാട്, കുറൂരമ്മ എന്നിവരൊക്കെ ഒരേ സമയത്താണ് ജീവിച്ചിരുന്നതെന്ന് ഏകദേശം പറയപ്പെടുന്നു. എനിക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ടുള്ള ധാരണയില്ല. ഞാൻ വായിച്ചു കേട്ടതാണ്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറൂരമ്മയുടെ ഈ കഥ നമ്മുടെ മനസ്സിലും നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, അതായത് കുറൂരമ്മ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ട പോലെയായിരുന്നു. ബന്ധുക്കളിൽ നിന്നും എല്ലാവരും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് തൻ്റെ മകൻ്റെയും പരിചാരികയുടെയും കൂടെ താമസിക്കുകയായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്താണ്, ബന്ധുക്കളാലൊക്കെ ഉപേക്ഷിച്ച സമയത്താണ് ഉണ്ണിക്കണ്ണൻ സ്വന്തം മകനായിട്ട് തന്നെ അവിടെ വന്നു ചേർന്നത്. എന്നാൽ നമ്മളായാലും ഒറ്റപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കൂട്ടുമില്ല, ഞാൻ ആരുമില്ല എന്നുള്ള സമയത്ത് നമ്മുടെ കൂടെ ഉണ്ണിക്കണ്ണനെ വിചാരിക്കുകയാണെങ്കിൽ ഉണ്ണിക്കണ്ണൻ വന്ന് താമസിക്കുമെന്ന്, അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ജീവിക്കുക. ഉണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ജീവിക്കുക. അപ്പോൾ ആരുമില്ലാത്തവർക്ക് എന്നും തുണയായിട്ട് ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മറ്റുള്ളവർക്ക് എന്തും ഉണ്ടായിട്ട് എന്താണ് കാര്യം? കുറൂരമ്മയ്ക്ക് കൂടെയുള്ളത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ മറ്റൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഏറ്റവും വലിയ നീതി തന്നെയാണ് കുറൂരമ്മയുടെ കൂടെയുള്ളത്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അതുപോലെ നമ്മൾ മറ്റുള്ള ഒന്നും ഇല്ലെങ്കിലും, അതായത് കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത്, മഹാഭാരത യുദ്ധത്തിൽ കൗരവർക്ക് മുഴുവൻ ആൾബലമായിരുന്നു വേണ്ടത്. അവർക്ക് ഇത്ര അക്ഷൗഹിണി പട വേണം,
അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പാണ്ഡവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ പാണ്ഡവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൃഷ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മാത്രം മതിയെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും വിജയമെന്ന് പാണ്ഡവർക്കറിയാം. മാത്രമല്ല കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ ശക്തിയായാലും മുന്നിൽ നിൽക്കുന്നത് എത്ര വലിയ ഒരു നമ്മളെ തകർക്കാൻ പറ്റിയ ഒരു ശക്തി തന്നെയാണെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ശക്തിയോ ഒന്നും നമ്മളെ ഏൽക്കാനേ പോകുന്നില്ല. ഭഗവാനിൽ പരം മറ്റൊരു ശക്തി ഇല്ല. ഇതുപോലെ കൗരവ സഭയിൽ വെച്ചിട്ട് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ പോയപ്പോൾ പാണ്ഡവരെ നിസ്സഹായരായിരുന്നു. പാണ്ഡവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പാഞ്ചാലിയുടെ വിശ്വാസം ശ്രീകൃഷ്ണനെയാണ്. പാഞ്ചാലി ശ്രീകൃഷ്ണനെ വിളിച്ചു. സ്വന്തം ഭർത്താക്കന്മാരെ കൊണ്ടുപോലും ഒരു ഗുണമില്ല എന്നറിഞ്ഞപ്പോൾ പാഞ്ചാലി ശ്രീകൃഷ്ണനെ വിളിച്ചു. ശ്രീകൃഷ്ണനെ വിളിച്ചപ്പോൾ പാഞ്ചാലിയുടെ സാരി എത്ര അഴിച്ചിട്ടും അഴിയുന്നില്ല. വസ്ത്രം എത്ര അഴിച്ചിട്ടും ആ വസ്ത്രം അഴിയുന്നില്ല. അതായത് എത്രയും അഴിക്കും തോറും അത്രയും കൂടി വരികയാണ്. അതാണ് ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രത്യേകത. അതായത് വിളിച്ചാൽ വിളിപ്പുറത്ത് ശ്രീകൃഷ്ണനുണ്ട്. ഭഗവാനെ നമ്മൾ എത്ര പ്രതിസന്ധിയിൽ എത്ര ദുരിതത്തിൽ നമ്മൾ വിളിക്കുന്നു, അവിടെ ഭഗവാൻ അപ്പോൾ ആശ്രയമായി വരും. പിന്നെ നമ്മൾ ഓർക്കുക, എപ്പോഴും ഭഗവാനെ ഓർക്കുക. ചില സമയത്ത് നമ്മൾ ഭഗവാനെ വിളിക്കാൻ മറന്നു പോയിണ്ടാവും. അതായത് പല സമയത്തും പല പ്രതിസന്ധികളിലും വരുമ്പോൾ മാത്രമേ നമ്മൾ ഭഗവാനെ ഓർക്കുള്ളൂ. അതായത് നല്ല സമയത്തൊന്നും നമ്മൾ ഭഗവാനെ ഓർക്കില്ല. അപ്പോൾ നമ്മൾ ഭഗവാനെ വെല്ലുവിളിച്ചൊക്കെ നടന്നു എന്നും വരും. എന്നാൽ പോലും നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ കണ്ണനെ വിളിക്കുകയാണെങ്കിൽ കണ്ണൻ അപ്പോൾ അവിടെ എത്തും. എത്ര നമ്മളോട് പിണക്കമായാലും എത്ര നമ്മളോട് മാറി നിന്നാലും നമ്മളുടെ പ്രതിസന്ധിയിൽ നമ്മളെ കണ്ണനാൽ അറിഞ്ഞ് വിളിച്ച കണ്ണൻ അവിടെ വരുന്നുള്ളത് അനുഭവമാണ്. അതായത് കണ്ണൻ എത്ര വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പിണക്കമൊക്കെ കാണിക്കുന്നുള്ളൂ, പക്ഷെ കൈവിടില്ല. അതാണ് കണ്ണൻ്റെ ചെറിയൊരു പിണക്കമൊക്കെ കണ്ണനുണ്ട്. കണ്ണൻ്റെ മനസ്സിലെ പിണക്കങ്ങളൊക്കെ ഉള്ളൊരു കൂട്ടം തന്നെയാണ്. എന്നാൽ തന്നെയും അത്രയും ആത്മാർത്ഥമായിട്ട് ഒരു ഭക്തന് അത്യാവശ്യം വരുന്ന സമയത്ത് അഥവാ ഭക്തൻ തന്നെ മുമ്പ് മറന്നാൽ പോലും കണ്ണൻ ഓടി വരുന്നതായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ട്. പലർക്കും ഉള്ള അനുഭവമാണ്. അതുപോലെ ഒറ്റപ്പെടുന്ന സമയവും ഒറ്റയ്ക്ക് ജീവിക്കുന്ന അമ്മമാരും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും ഭഗവാൻ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് ജീവിച്ചോളൂ. അപ്പോൾ ഭഗവാൻ നിങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ടാവും. നിങ്ങൾ പേടിക്കേണ്ട, ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ വസിക്കുന്നുണ്ടാവും. കുറൂരമ്മയുടെ കഥ ഭക്തർക്ക് എത്ര സംരക്ഷണവും സ്നേഹമാണ് കണ്ണൻ നൽകുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമ്മുടെയൊക്കെ പണ്ട് കുറൂരമ്മ ജീവിച്ചിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ കുറൂരമ്മ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വിശ്വാസവും പ്രതീക്ഷകളും നൽകുന്ന ഒരു കഥയാണ്. അപ്പോൾ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. കണ്ണൻ വിളിക്കുമ്പോൾ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടെന്നും കണ്ണനെ വിളിക്കുമ്പോൾ ഓടിയെത്തുന്നും കുറൂരമ്മയെ സഹായിച്ച പോലെ കണ്ണൻ എപ്പോഴും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നും കരുതി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.